സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ മേക്ക് വൺ തിങ് ക്ലിയർ ടു യു. അതായത് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അഭിപ്രായങ്ങളല്ല. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സയന്റിഫിക് ഫാക്ട്സും നിങ്ങൾ പഠിക്കുമ്പോൾ ആ ബുക്കിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് മാത്രമല്ല പഠിത്തം. ബുക്കിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മളെ പല സാധനം നമ്മൾ ഷോർട്ട് ടേം മെമ്മറിയിലോട്ടാണ് പോകുന്നത്. ഈ ഷോർട്ട് ടേം മെമ്മറിനെ ലോങ് ടേം മെമ്മറി ആക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെമ്മറി മോഡുലേഷൻ എന്ന് വിളിക്കുക. ആൻഡ് മെമ്മറി മോഡുലേഷൻ നടക്കുക നമ്മൾ ഉറങ്ങുമ്പോഴാണ്. സോ യു ബീങ് എ നൈറ്റ് ഔൾ, നിങ്ങൾ ബാക്കി എല്ലാവരും രാവിലെ എണീറ്റ് പഠിക്കുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ രാവിലെ എണീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സിങ്ക്രണി എഫക്റ്റ് കിട്ടില്ല. സിങ്ക്രണി എഫക്റ്റ് പറയുന്നത് എന്താണ്? നിങ്ങൾ നൈറ്റ് ഔൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം കൊഗ്നിറ്റീവ് പീക്ക്, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നു, നിങ്ങൾക്ക് ഏറ്റവും നല്ല തോട്ട്സ് വരുന്നത് രാത്രിയായിരിക്കും. നിങ്ങൾ ഏർലി ബേർഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൊഗ്നിറ്റീവ് പീക്ക് കിട്ടുക, നിങ്ങൾക്ക് പഠിച്ചാൽ ഏറ്റവും കൂടുതൽ ഓർമ്മ നിൽക്കുക, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് കാൽക്കുലേഷൻ സോൾവ് ചെയ്യാൻ പറ്റുക നിങ്ങൾ എണീറ്റ പാടായിരിക്കും. നമ്മൾ എത്ര സമയം ഫോൺ നോക്കി നിൽക്കുന്നു അത്രയും സമയം നമ്മുടെ ട്രാക്ട് സ്റ്റിമുലേറ്റ് ആവണം, അത്രയും സമയം നമുക്ക് മെലാറ്റോണിൻ വരുന്നില്ല, അത്രയും സമയം നമുക്ക് ഉറക്കം വരുന്നില്ല. സോ ഇപ്പോൾ പല ആളുകളുടെയും സ്ലീപ്പ് ഷെഡ്യൂള് മിസ്അലൈൻഡ് ആവാനുള്ള മെയിൻ കാരണം ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ. നമുക്ക് വിചാരിച്ച പോലെ എപ്പോഴും നമുക്ക് ഉറക്കം വരില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സയന്റിഫിക്കലി അതിനെ അഡ്രസ് ചെയ്യണം. സയന്റിഫിക്കലി അതിനെ അഡ്രസ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സ് ആണ്. ഒന്ന് പവർ നാപ്സും, സോ ഹലോ ഗൈസ്, മൈസെൽഫ് ഡോക്ടർ തബ്ഷീർ ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് വൺ ഓഫ് ദി മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റൻ ആയിട്ട് കിട്ടാറുള്ള ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴാണ് ഇരുന്ന് പഠിക്കേണ്ടതെന്നുള്ളത്. അതായത് രാത്രി ഇരുന്ന് പഠിക്കുന്നവർക്കാണോ കൂടുതൽ മാർക്ക് കിട്ടുക, രാവിലെ ഇരുന്ന് പഠിക്കുന്നവർക്കാണോ കൂടുതൽ മാർക്ക് കിട്ടുക, നമ്മൾ രാത്രി എത്ര മണി വരെ ഇരുന്ന് പഠിക്കണം, അല്ലെങ്കിൽ രാവിലെ നമ്മൾ എത്ര നേരത്തെ അലാറം വെച്ച് നീക്കണം എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ സാധാരണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാറാണ്. കാരണം ഇതിനൊരു വ്യക്തമായ ഉത്തരം എനിക്ക് തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ പേഴ്സണലി എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു പക്കാ നൈറ്റ് ഔളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ് മുതൽ ഇതുവരെ ഏതൊക്കെ എക്സാം എഴുതിയിട്ടുണ്ടോ ആ എല്ലാ എക്സാമിനും രാത്രിയാണ് ഇരുന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ പലപ്പോഴും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് പണ്ടാരോ പറഞ്ഞു നമ്മൾ രാത്രി കിടന്നുറങ്ങണം, രാവിലെ ആകുമ്പോൾ നമ്മൾ എണീറ്റ് പണിക്ക് പോകണം, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിങ്ങനെ ഫോളോ ചെയ്ത് വരികയാണ്, അല്ലാണ്ട് ഇതിൻ്റെ ബാക്കിൽ പ്രത്യേകിച്ച് സയൻസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോഴാണ് ശരിക്കും ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഒരു സയൻറ്റിഫിക് ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത്. സോ നമ്മളുടെ ഈ ചോദ്യങ്ങൾ, അതായത് നമ്മൾ എപ്പോഴാണ് ഇരുന്ന് പഠിക്കേണ്ടത്, അതുപോലെ പണ്ടാരോ പറഞ്ഞതുകൊണ്ടാണോ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നത് രാവിലെ എണീറ്റ് പണിക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിന് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഉണ്ടാവും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ മേക്ക് വൺ തിങ് ക്ലിയർ ടു യു. അതായത് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അഭിപ്രായങ്ങളല്ല. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സയന്റിഫിക് ഫാക്ട്സും ഈ ഒരു സർക്കേഡിയൻ റിതത്തിനെ കുറിച്ചും, നമ്മുടെ ഏർലി ബേർഡ് നൈറ്റ് ഔൾ എപ്പോഴാണ് ഇരുന്ന് പഠിക്കേണ്ടത്, നമ്മുടെ കൊഗ്നിറ്റീവ് പീക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാത്തിനെ കുറിച്ചുള്ള സയന്റിഫിക് ഫാക്ട്സ് ആണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതൊന്നും എൻ്റെ അഭിപ്രായങ്ങളല്ല. സോ ഗൈസ്, വിത്ത് ദാറ്റ് ഇൻട്രൊഡക്ഷൻ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി വീഡിയോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഡോക്ടർ തബ്ഷീർ ടിപ്സ് എന്ന് പറഞ്ഞ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ കണ്ടന്റ് ഞാൻ പറഞ്ഞ പോലെ നൈറ്റ് ഔൾ വേഴ്സസ് ഏർലി ബേർഡ്, ഹൂ വിൻസ് ദ റേസ്. അതായത് രാത്രി പഠിക്കുന്നവരാണോ രാവിലെ പഠിക്കുന്നവരാണോ അൾട്ടിമേറ്റ്ലി ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി കണ്ടന്റ്. സോ എനിക്കിവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കോൺസെപ്റ്റ് സംതിങ് കോൾഡ് ക്രോണോ ടൈപ്പ്. അപ്പോൾ ക്രോണോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ പ്രിഫറൻസ് ഓഫ് ആക്ടിവിറ്റി ടൈമാണ്. അതായത് എല്ലാവർക്കും കാര്യങ്ങൾ ചെയ്യാൻ ഒരു പ്രിഫറൻസ് ഓഫ് ടൈം ഉണ്ടാവും. അതായത് ചിലർക്ക് അത് രാത്രി ആയിരിക്കും, ചിലർക്ക് അത് രാവിലെ ആയിരിക്കും, മെജോറിറ്റിക്കും അത് രാവിലെ ആയിരിക്കും. അതായത് നമുക്ക് ഏതൊരു കാര്യം, ഇപ്പോൾ പഠിക്കുന്നവർക്കാണെങ്കിൽ പഠിക്കാൻ, നിങ്ങൾ ആർട്ടിൽ ഉൾപ്പെട്ട ആളുകൾ, ചിത്രം വരയ്ക്കുന്നവരാണെങ്കിൽ അവർക്ക് ചിത്രം വരയ്ക്കാൻ, ഇതിനെല്ലാത്തിനും എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു ടൈം ഉണ്ടാവും. ആ പ്രിഫർ ചെയ്യുന്ന ടൈമിനാണ് നമ്മൾ ക്രോണോ ടൈപ്പ് എന്ന് വിളിക്കുക. ആൻഡ് ഇത് നമുക്ക് വെറുതെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം മാത്രമല്ല, ഇറ്റ് ഈസ് ആക്ച്വലി ജെനറ്റിക്കലി ഇൻഫ്ലുവൻസ്. അതായത് നിങ്ങൾക്ക് രാത്രിയാണ് നിങ്ങൾക്ക് പഠിക്കാൻ പ്രിഫറൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു പർട്ടിക്കുലർ ജീൻ, ആൻഡ് ടു ബി സ്പെസിഫിക് ദാറ്റ് ജീൻ ഈസ് കോൾഡ് PER3 ജീൻ. ഓക്കെ, PER3 ജീൻ എന്ന് പറഞ്ഞൊരു ജീനാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജീനിന്റെ പ്രസൻസ് ഓർ ആബ്സെൻസ് വെച്ചിട്ടാണ് നിങ്ങൾ നൈറ്റിലാണോ മോർണിംഗിലാണോ പഠിക്കാൻ നിങ്ങൾക്ക് പ്രിഫറൻസ് എന്നുള്ള, പഠിക്കാൻ മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ ഏതൊരു കാര്യം ഏതൊരു ആക്ടിവിറ്റിയും ചെയ്യാനുള്ള നിങ്ങളുടെ പ്രിഫറൻസ് എപ്പോഴാണെന്നുള്ളത് ഡിസൈഡ് ആവുന്നത്. സോ ആ ഒരു പ്രിഫറൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോണോ ടൈപ്പ്. സോ ഈ ക്രോണോ ടൈപ്പ് 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഈ ക്രോണോ ടൈപ്പ് 3 ടൈപ്പ് ഉണ്ട്. അതിൽ വരുന്നതാണ് ഒന്ന് ഏർലി ബേർഡ്. ഏർലി ബേർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഏർലി ബേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെജോറിറ്റി ആൾക്കാരും ഏർലി ബേർഡ്സ് ആണ്. എന്ന് വെച്ചാൽ രാവിലെ ഏർലി മോർണിംഗ് എണീറ്റിട്ട് ഒരു 5 മണിക്കൊക്കെ എണീറ്റിട്ട് അവരുടെ വർക്കും കാര്യങ്ങളും, അതായത് പഠനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നവർ. ആൻഡ് രണ്ടാമത്തെ ഗ്രൂപ്പാണ് നൈറ്റ് ഔൾസ്. നൈറ്റ് ഔൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് രാവിലെ അവർ എണീക്കുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും, പക്ഷേ അവർ രാത്രി എക്സ്ട്രാ ടൈം ഇരിക്കും. അതായത് ഇപ്പോൾ രാവിലെ യൂഷ്വലി ആളുകൾ 10 മണി 11 മണി നമ്മൾ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഇവർ 2 മണി 3 മണി വരെ ഇരിക്കും. കാരണം ഇവർക്ക് ഏറ്റവും പ്രിഫറബിൾ അവരുടെ ആക്ടിവിറ്റി ഓഫ് ടൈം രാത്രിയാണ്. ഓക്കെ, സോ അവരുടെ ക്രോണോ ടൈപ്പ് നൈറ്റ് ഔൾ എന്ന് വിളിക്കും. ആൻഡ് ദർ ഇസ് സംതിങ് ഇൻ ബിറ്റ്വീൻ. രണ്ട് എക്സ്ട്രീംസ് ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ഇന്റർമീഡിയറ്റ് ഗ്രേ ഏരിയ ഉണ്ടാവുമല്ലോ. ആ ഗ്രേ ഏരിയ നമ്മൾ വിളിക്കുന്നതാണ് ഇന്റർമീഡിയറ്റ്. എന്ന് വെച്ചാൽ അവർ പക്കാ രാവിലെ എണീറ്റ് പഠിക്കാൻ താല്പര്യമുള്ളവരല്ല, എക്സ്ട്രീംലി രാത്രി ഭയങ്കര ലേറ്റ് ആയിട്ട് ഇരിക്കാൻ താല്പര്യമുള്ളവരല്ല. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, സോ ഇതാണ് ക്രോണോ ടൈപ്പ്.
ഇനി ക്രോണോടൈപ്പിൽ നമ്മൾ നെക്സ്റ്റ് അറിയേണ്ട ഒരു കോൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക്രണി എഫക്ട് എന്ന് പറയും. നമ്മൾ അതിനെ സിങ്ക്രണി എഫക്ട് എന്നാണ് പറയുന്നത്. സിങ്ക്രണി എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊഗ്നിറ്റീവ് പീക്ക് വിൽ അലൈൻ വിത്ത് അവർ ക്രോണോടൈപ്പ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല പെർഫോമൻസ് കിട്ടുക നമ്മുടെ ക്രോണോടൈപ്പിൽ ബെസ്റ്റ് ടൈം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു നൈറ്റ് ഓൾ ആണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു നൈറ്റ് ഓൾ ആണ്, ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളൊരു നൈറ്റ് ഓൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല തോട്ട്സും നിങ്ങൾക്ക് ഏറ്റവും നല്ല കലാപരമായ ചിന്തകളൊക്കെ വരിക രാത്രിയായിരിക്കും. നേരെ മറിച്ച് നിങ്ങളൊരു ഏർലി ബേർഡ് ആണെന്ന് വിചാരിക്കുക, ആൻഡ് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക, നിങ്ങളൊരു പഠിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളൊരു ഏർലി ബേർഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ല നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും, നിങ്ങളുടെ കൊഗ്നിറ്റീവ് പീക്ക് വരിക മോർണിംഗിലായിരിക്കും. സോ അതിനെയാണ് നമ്മൾ സിങ്ക്രണി എഫക്ട് എന്ന് വിളിക്കുക. അപ്പോൾ നൈറ്റ് ഓൾസിന് ഏറ്റവും നല്ല കൊഗ്നിറ്റീവ് പീക്ക് വരെ രാത്രിയായിരിക്കും, ഏർലി ബേർഡ്സിന് ഏറ്റവും നല്ല കൊഗ്നിറ്റീവ് പീക്ക് വരെ മോർണിംഗിലായിരിക്കും. അപ്പോൾ ഇതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. നമ്മളൊരു നൈറ്റ് ഓൾ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ നൈറ്റ് ഓൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ബാക്കി എല്ലാവരും രാവിലെ 5 മണിക്ക് നീറ്റ് പഠിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളും കഷ്ടപ്പെട്ട് അതുപോലെ നീറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ദിസ് ഈസ് ജെനറ്റിക്കലി ഇൻഫ്ലുവൻസ്. നിങ്ങൾക്ക് രാത്രി നീറ്റ് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മോസ്റ്റ് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ യുവർ ക്രോണോടൈപ്പ് ഈസ് നൈറ്റ് ഓൾസ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രിയാണ് പഠിക്കേണ്ടത്. ബാക്കിയുള്ളവർ അത് ചെയ്യുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ രാവിലെ നീറ്റ് പഠിക്കണ്ട. സോ യു ബീങ് എ നൈറ്റ് ഓൾ, നിങ്ങൾ ബാക്കി എല്ലാവരും രാവിലെ നീറ്റ് പഠിക്കുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ രാവിലെ നീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സിങ്ക്രണി എഫക്റ്റ് കിട്ടില്ല. സിങ്ക്രണി എഫക്റ്റ് പറയുന്നത് എന്താണ്? നിങ്ങൾ നൈറ്റ് ഓൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം കൊഗ്നിറ്റീവ് പീക്ക്, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നു, നിങ്ങൾക്ക് ഏറ്റവും നല്ല തോട്ട്സ് വരുന്നത് രാത്രിയായിരിക്കും. ഓക്കെ, സോ നമ്മൾ കുറേ നേരമായില്ലേ ക്രോണോടൈപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ക്രോണോടൈപ്പ് നമ്മൾ എങ്ങനെ അറിയും? സോ നമ്മുടെ ക്രോണോടൈപ്പ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് നമ്മൾ ബ്രൗസറിൽ കയറിയിട്ട് നമ്മൾ MEQ ക്വിസ് എന്നോ അതോ TSM ക്വിസ് എന്നോ അടിച്ചാൽ മതി. ഓക്കെ, ഇതിൽ ഈ MEQ ക്വിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 19 ചോദ്യങ്ങളുള്ള ഒരു ക്വസ്റ്റ്യനെയറും TSM ക്വിസ് എന്ന് പറഞ്ഞാൽ 7 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനെയറാണ്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ MEQ ക്വിസിനെ സോൾവ് ചെയ്തു. പക്ഷേ TSM ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ ക്രോണോടൈപ്പ് മനസ്സിലാവും. അതിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ നീറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണ് വീണ്ടും ഉറക്കം വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൗ ഫ്രീക്വൻ്റ്ലി നിങ്ങൾക്ക് പവർ നാപ്സ് എടുക്കണം തോന്നാറുണ്ട്, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് ബ്രൗസറിൽ കയറിയിട്ട് അടിച്ചിട്ട് നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രോണോടൈപ്പ് ഏതാണെന്ന് അവർ പറഞ്ഞുതരും. സോ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വൺ തിങ് ദാറ്റ് യു ഹാവ് ടു എൻഷുർ ഈസ് സിങ്ക്രണി എഫക്ട്. ഓക്കെ, നിങ്ങൾ രാത്രി പഠിക്കാൻ നിങ്ങൾക്ക് പ്രിഫറൻസ് ഉള്ള ആളാണ്, നിങ്ങൾക്ക് അതാണ്, അതായത് ഇപ്പോൾ ബൈ ദിസ് ടൈം നിങ്ങളിപ്പോൾ എന്താ പറയുക ഒരു +2 ഒക്കെ കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 10-12 വർഷം പഠിച്ചതിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രോണോടൈപ്പ് ഏതാന്ന് ഈ ക്വിസ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ തന്നെ മനസ്സിലാവും. സോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ ബാക്കിയുള്ള സൊസൈറ്റി എന്ത് പറയുന്നു നോക്കിയിട്ടോ, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവർ മെജോറിറ്റി എന്ത് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ വെറുതെ എന്ത് ചെയ്യേണ്ട, നിങ്ങളുടെ ക്ലോക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മാത്രമല്ല നമ്മളുടെ പോയിന്റ്സ് അതിലോട്ട് വരുന്നുണ്ട്. പക്ഷെ വൺ തിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ദാറ്റ്. ഓക്കെ, സോ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഹാവിങ് ഡിസ്കസ്ഡ് അബൌട്ട് ക്രോണോടൈപ്പ്, നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് സ്ലീപ്പ് ഫിസിയോളജിനെ പറ്റിയ ഒരു 2 വാക്കുകൾ. ഓക്കെ, സോ സ്ലീപ്പ് ഫിസിയോളജിയിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന 2 ഹോർമോൺസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്ത ഹോർമോണും കോർട്ടിസോളും, റെഡ് കളറിൽ നമ്മൾ മാർക്ക് ചെയ്ത ഹോർമോണ് മെലാറ്റനിനും ആണ്. ഓക്കെ, 2 ഹോർമോൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മൾ NCERT തന്നെ പറഞ്ഞ 2 ഹോർമോൺ, ഒന്ന് കോർട്ടിസോളും ഒന്ന് മെലാറ്റനിനും. സോ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മൾ രാവിലെ 6 മണി, ഇവിടെ രാത്രി 12 മണി, ഇതാട്ടോ സമയം. അപ്പോൾ നിങ്ങൾക്ക് കാണാം രാവിലെ ആകുമ്പോൾ കോർട്ടിസോൾ എന്താവും? കോർട്ടിസോൾ പീക്ക് ആവും. എന്നിട്ട് നൈറ്റ് ആകുമ്പോഴേക്കും കോർട്ടിസോൾ എന്താവും? കോർട്ടിസോൾ കുറഞ്ഞു വരും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും വീണ്ടും കോർട്ടിസോൾ പീക്ക് ആവും. ഓക്കെ, അപ്പോൾ ഡേ ടൈമിൽ പീക്ക് ചെയ്യുന്ന ഹോർമോൺ കോർട്ടിസോൾ ആണ്. ഇനി മെലാറ്റനിൻ നോക്കുകയാണെങ്കിൽ മെലാറ്റനിൻ ഡേ ടൈമിൽ എപ്പോഴും ഒരു ബേസ് ലൈനിലാണ്, അധികം മുകളിലോട്ടൊന്നും പോകുന്നില്ല. പക്ഷെ രാത്രി ഒരു 9 മണി ആ സമയമൊക്കെ ആകുമ്പോഴേക്കും മെലാറ്റനിൻ എന്താവും? മെലാറ്റനിൻ പീക്ക് ആവും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡേ ടൈമിൽ കോർട്ടിസോൾ പീക്ക് ആവും, നൈറ്റ് ടൈമിൽ മെലാറ്റനിൻ പീക്ക് ആവും. ഓക്കെ, സോ ഈ കാര്യം തന്നെയാണ് നമ്മുടെ എഴുതിയിട്ടുള്ളത്. ഇനി കോർട്ടിസോളിന്റെ ഫംഗ്ഷൻ എന്താ? കോർട്ടിസോൾ നമ്മൾ വിളിക്കുന്ന വേറൊരു പേര് സ്ട്രെസ് ഹോർമോൺ എന്നാണ്. ഓക്കെ, കോർട്ടിസോൾ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് സ്ട്രെസ് ഹോർമോൺ എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്ത് സ്ട്രെസ് വന്നു കഴിഞ്ഞാലും, അത് ഫിസിക്കൽ സ്ട്രെസ് ആവാം, ഇമോഷണൽ സ്ട്രെസ് ആവാം, ഇൻഫെക്ഷൻസ് ആവാം, എന്തുമാവാം, എന്ത് രീതിയിൽ സ്ട്രെസ് വന്നു കഴിഞ്ഞാലും നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ കൂടും. ആൻഡ് കോർട്ടിസോളിന്റെ പണി നമ്മൾ ഈ സ്ട്രെസ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യലാണ്. അപ്പം നമ്മൾ മോർണിംഗിൽ കോർട്ടിസോൾ പീക്ക് ചെയ്യാൻ കാരണം എന്താണ്? അന്നത്തെ ദിവസം നമുക്ക് എന്തൊക്കെ സ്ട്രെസ് വരുന്നോ ആ സ്ട്രെസ്സിനെല്ലാം നേരിടാൻ വേണ്ടിയിട്ടാണ് ഈ മോർണിംഗിൽ കോർട്ടിസോൾ പീക്ക് ആവുന്നത്. ഓക്കെ, ഇനി നൈറ്റിൽ മെലാറ്റനിൻ പീക്ക് ആവുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെലാറ്റനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർക്കേഡിയൻ റിതത്തിന്റെ ഹോർമോണാണ്. ടു ബി സ്പെസിഫിക്, മെലാറ്റനിൻ എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്. അപ്പോൾ നൈറ്റിൽ മെലാറ്റനിൻ കൂടിക്കഴിഞ്ഞാൽ നൈറ്റിൽ എന്താവും? നൈറ്റിൽ സ്ലീപ്പ് ഇൻഡ്യൂസ്, അതായത് നമുക്ക് ഉറക്കം വരും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമ്മുടെ ബോഡിക്ക് മനസ്സിലാവുക ഡേ ആണോ നൈറ്റ് ആണോ എന്നുള്ള കാര്യമൊക്കെ? അത് ഇസ് ബേസ്ഡ് ഓൺ സൺലൈറ്റ് എക്സ്പോഷറിന്റെ ബേസിലാണിത്. അത് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് പറഞ്ഞാലും, നമ്മൾ ക്രോണോടൈപ്പ് നൈറ്റ് ഓൾ ആണെന്നോ ഏർലി ബേർഡ് ആണെന്നോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ ബോഡി ഫിസിയോളജിക്കലി അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് രാവിലെ എണീക്കാനും രാത്രി ഉറങ്ങാനും തന്നെയാണ്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പണ്ട് ആരോ പറഞ്ഞതുകൊണ്ട് നമ്മൾ രാത്രി ഉറങ്ങിയ രാവിലെ എണീക്കുകയല്ല.
നമ്മൾ ഒരുവിധം എല്ലാ സ്പീഷീസുകളും രാത്രി ഇങ്ങനത്തെ, അതായത് നൊക്ടർണൽ ഹണ്ടേഴ്സ് ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ട്. പക്ഷേ മെജോറിറ്റി ഓഫ് സ്പീഷീസും സൺലൈറ്റ് വെച്ചിട്ടാണ് സർക്കേഡിയൻ റിതം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് ഈ എല്ലാ സ്പീഷീസും രാവിലെ എണീക്കുന്നതും രാത്രി എണീക്കുന്നതും അത് ഫിസിയോളജിക്കലാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വേറെ ആരോ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നതല്ല. ഓക്കെ, സൺലൈറ്റ് ആണ് നമ്മുടെ സർക്കേഡിയൻ റിതത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലോ. സൺലൈറ്റ് എങ്ങനെയാണ് നമ്മുടെ ബോഡിനെ റെഗുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അതിന് ആ ഒരു ഇത് കാണിക്കുന്ന ഡയഗ്രമാണിത്. സോ ഈ ഒരു ട്രാക്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് റെറ്റിനോ ഹൈപ്പോതലാമിക് ട്രാക്ട്. റെറ്റിനോ ഹൈപ്പോതലാമിക് ട്രാക്ട് എന്ന് വെച്ചാൽ ബേസിക്കലി എന്താണ്? റെറ്റിനോ ഹൈപ്പോതലാമിക്, റെറ്റിനയും അതായത് കണ്ണിന്റെ റെറ്റിനയും നമ്മൾ ഹൈപ്പോതലാമസും തമ്മിലുള്ള കണക്ഷൻ ആണ് ഈ ട്രാക്ട്. ആ ട്രാക്ടിന്റെ പേരാണ് റെറ്റിനോ ഹൈപ്പോതലാമിക് ട്രാക്ട്. സിമ്പിൾ ആയിട്ട് അതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ കണ്ണിൽ സൺലൈറ്റ് വന്ന് വീഴുകയാണെന്നുണ്ടെങ്കിൽ ആ സൺലൈറ്റ് എന്ത് ചെയ്യും? റെറ്റിനിൽ വന്ന് വീഴും. ഈ റെറ്റിനിൽ വന്ന് വീഴുന്ന സൺലൈറ്റ് എങ്ങോട്ട് ഇമ്പൾസ് അയക്കും? ഹൈപ്പോതലാമസിലോട്ട് ഇമ്പൾസ് അയക്കും. ഈ ഹൈപ്പോതലാമസിലോട്ട് ഇമ്പൾസ് വന്നു കഴിഞ്ഞാൽ ആ ഹൈപ്പോതലാമസ് പീനിയൽ ഗ്ലാൻഡിനോട് പറയും മെലാറ്റണിൻ സെക്രീറ്റ് ചെയ്യണ്ട എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സൺലൈറ്റ് വന്ന് വീണു, റെറ്റിനയിൽ വന്ന് വീണു, റെറ്റിനിൽ നിന്ന് ഹൈപ്പോതലാമസിലോട്ട് എത്തി, ഹൈപ്പോതലാമസ് പീനിയൽ ഗ്ലാൻഡിലോട്ട് പറഞ്ഞു മെലാറ്റണിൻ സെക്രീറ്റ് ചെയ്യേണ്ടെന്നുള്ളത്. മെലാറ്റണിൻ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? മെലാറ്റണിൻ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്. അപ്പം മെലാറ്റണിൻ സെക്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് യൂഷ്വലി സ്വാഭാവികമായിട്ടും നമ്മൾ ഉറക്കം വരില്ല. ഓക്കെ, ഇനി അതായത് പകൽ ആൾക്കാർക്ക് ആർക്കും ഉറക്കം വരില്ല എന്നല്ലോട്ടോ ഞാൻ പറയുന്നത്. ഇത് അതിൻ്റെ ഒരു മെയിൻ കോൺട്രിബ്യൂട്ടർ ആണ്. അതായത് സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരാനുള്ള സാധ്യത കുറവാണ്. കാരണം നമുക്ക് ആ സമയത്ത് മെലാറ്റണിൻ കുറവാണെന്നുണ്ടെങ്കിൽ സ്ലീപ്പ് ഇൻഡ്യൂസ് ആവില്ല. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് രാത്രി നടക്കുക. രാത്രി എന്താവും? രാത്രി ഈ സൺലൈറ്റിന്റെ സ്റ്റിമുലേഷൻ നടക്കില്ല. അപ്പോൾ എന്താവും? നോർമലി ഇവിടുന്ന് ഹൈപ്പോതലാമസിലോട്ട് ഇമ്പൾസ് പോവില്ല. അപ്പോൾ പീനൽ ഗ്ലാൻഡിന്റെ ഇൻഹിബിഷൻ പോവും. പീനൽ ഗ്ലാൻഡ് എന്ത് ചെയ്യും? മെലാറ്റണിൻ സെക്രീറ്റ് ചെയ്യും. പീനൽ ഗ്ലാൻഡ് മെലാറ്റണിൻ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും? സ്വാഭാവികമായിട്ടും ഉറക്കം വരും. സോ ലൈറ്റിന് നമ്മുടെ സർക്കേഡിയൻ റിതത്തിൽ നല്ല റോൾ ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിക്കുന്ന ഒരാളാണ്, നിങ്ങളിപ്പോൾ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൺലൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ മെലാറ്റണിൻ പ്രൊഡക്ഷൻ്റെ ചാൻസ് കൂടുതലാണ്. ആൻഡ് മെലാറ്റണിൻ പ്രൊഡക്ഷൻ ചാൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് ഒരു നൈറ്റ് ഔൾ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ രാത്രി ഇരുന്ന് പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ റൂമിൻ്റെ ഇല്യൂമിനേഷൻ ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. അതായത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ പകൽ കിടന്നുറങ്ങിയെന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ എനിക്ക് രാത്രി പഠിക്കാനാണ് പ്രിഫറൻസ്, ഞാൻ ആ ക്വിസ് നോക്കിയപ്പോൾ എൻ്റെ ക്രോണോടൈപ്പ് നൈറ്റ് ഓൾ ആണെന്ന് പറഞ്ഞിട്ടോ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ബോഡിക്ക് ഫിസിയോളജിക്കലി നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ, അവിടെ മെലാറ്റണിൻ ഇല്ലാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ലൈറ്റ് വേണം. അപ്പോൾ നമ്മൾ രാത്രി ഇരിക്കുന്നവർ, പകലാണെന്നുണ്ടെങ്കിൽ പകൽ പഠിക്കുന്നവർക്ക് എന്തായാലും ലൈറ്റ് കിട്ടും, കാരണം സൺലൈറ്റ് ഉണ്ട്. പക്ഷേ രാത്രി പഠിക്കുന്നവർ, നിങ്ങളുടെ റൂമിൻ്റെ ലൈറ്റ് ഡിം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു ട്രാക്റ്റിൻ്റെ ആക്ടിവേഷൻ നടക്കില്ല. ആൻഡ് മെലാറ്റണിൻ വരും. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉറക്കം വരും. ഉറങ്ങിയില്ലെങ്കിലും നിങ്ങൾക്ക് നല്ല ക്ഷീണം വരും, നിങ്ങൾക്ക് ആ ഒരു അലേർട്ട്നെസ് കിട്ടില്ല. അപ്പോൾ രാത്രി ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ റൂമിൻ്റെ ഇല്യൂമിനേഷൻ ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് പ്രിഫറബിളി അത് പറയുന്നത് ബ്രൈറ്റ് ലൈറ്റ്സ് വെച്ചിട്ടാണ്. ബ്രൈറ്റ് ബ്ലൂ എൻറിച്ച്ഡ് ലൈറ്റ് ആണ് സ്പെസിഫിക്കലി സ്റ്റഡീസിലൊക്കെ പറയുന്നത്. അപ്പം ബ്ലൂ എൻറിച്ച്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി സൺലൈറ്റ് ബ്ലൂ എൻറിച്ച്ഡ് ലൈറ്റ് ആണ്, നമ്മൾ LED സ്ക്രീൻസ് വരുന്ന ലൈറ്റ് ബ്ലൂ ലൈറ്റ് ആണ്, അതെല്ലാം ബ്ലൂ എൻറിച്ച്ഡ് ലൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ റൂമിന്റെ ഇല്യൂമിനേഷൻ ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് മൂവിങ് ഓൺ. സോ ഇത് നമ്മുടെ ബേസിക് സർക്കേഡിയൻ റിതത്തിന്റെ ഒരു ഡെപിക്ഷൻ ആണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മളെ ബോഡി ഫിസിയോളജിക്കലി അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് രാവിലെ എണീക്കാനും രാത്രി ഉറങ്ങാനും തന്നെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു നോർമൽ സർക്കേഡിയൻ റിതത്തിൽ നടക്കുക എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതായത് രാത്രി 22:30 പറഞ്ഞാൽ രാത്രി 10:30 എന്താവും? ബവൽ മൂവ്മെന്റ്സ് സപ്രസ്ഡ് ആവും. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ബവൽ മൂവ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് ബാത്റൂം പോകണം തോന്നും. അപ്പം അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് രാത്രി 10:30 ആകുമ്പോഴേക്കും നമ്മളെ ബവൽ മൂവ്മെന്റ് സപ്രസ്ഡ് ആവും. മോർണിംഗ് നിങ്ങൾക്ക് കാണാം, മോർണിംഗിൽ ഏകദേശം 8:30 ആകുമ്പോഴേക്കും നമ്മളെ ബവൽ മൂവ്മെന്റ് കൂടി തുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഏകദേശം നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഡിഫിക്കേഷൻ്റെ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് രാവിലെ ആകുമ്പം, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഓരോ കാര്യം നിങ്ങൾക്ക് ഇതിൽ ഏത് കാര്യം നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ രാത്രി ഉറങ്ങാനും രാവിലെ എണീറ്റ് നടക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡി ഫിസിയോളജിക്കലി അഡ്ജസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ഞാൻ ഇതുവരെ പറഞ്ഞത് കുറച്ച് ഇതിൻ്റെ സയൻറ്റിഫിക് ബേസ് ആണ്, അതായത് സ്ലീപ്പ് ഫിസിയോളജിയുടെയും സർക്കേഡിയൻ റിതത്തിൻ്റെയും സയൻറ്റിഫിക് ബേസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിനെക്കുറിച്ച് നടന്ന റിസർച്ച്, അപ്പം നമ്മുടെ നൈറ്റ് ഓൾസിനെ കുറിച്ചും സർക്കേഡിയൻ റിതത്തിനെ കുറിച്ചും ഏർലി ബേർഡിനെ കുറിച്ചും ഒരുപാട് റിസർച്ച് നടന്നിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ 4 റിസർച്ചാണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ ഫസ്റ്റത്തെ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK നടന്ന റിസർച്ചാണ്. ഇതിൻ്റെ പേര് നൈറ്റ് ഓൾസ് കോഗ്നിറ്റീവ് എഡ്ജ് എന്നാണ്. അപ്പോൾ UK അബൌട്ട് 26,000 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്ന ഒരു റിസർച്ച് ആയിരുന്നു. ഇതിൻ്റെ ഒരു ബേസിക് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഇതിൻ്റെ ബേസിക് പറയുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, owls and intermediates had superior intelligence, reasoning, memory and reaction time. അതായത് owls more than intermediates more than larks. larks എന്ന് പറഞ്ഞാൽ ഏർലി ബേർഡ്സ് എന്ന് പറയുന്ന വേറൊരു പേരാട്ടോ. അപ്പം റീസണിങ്ങും സുപ്പീരിയർ ഇന്റലിജൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സ്റ്റഡി പ്രകാരം നൈറ്റ് ഔൾസിനായിരുന്നു കൂടുതൽ. ഓക്കെ,
ബട്ട് സക്സസ് സ്റ്റിൽ ഡിപ്പെൻസ് ഓൺ 7 to 9 hours sleep. And this is one thing I have to emphasize. ഞാൻ ലാസ്റ്റ് നിങ്ങളോട് ഒന്നും കൂടി പറഞ്ഞുതരാം. ബട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നിങ്ങൾ നൈറ്റ് ഓൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ്, അതായത് നിങ്ങൾക്ക് നൈറ്റിൽ എത്ര നിങ്ങൾക്ക് കോഗ്നിറ്റീവ് എഡ്ജ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ പെർഫോമൻസ് ബെറ്റർ ആവണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അക്കാഡമിക്കലി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 7 to 9 hours ഓഫ് സ്ലീപ്പ് നിങ്ങൾ എന്തായാലും എൻഷുർ ചെയ്യണം. ആൻഡ് ബീങ് എ നൈറ്റ് ഓൾ, ഇറ്റ് ഈസ് ഹൈലി ലൈക്ലി ദാറ്റ് യു വിൽ ബി സ്ലീപ്പ് ഡിപ്രൈവ്ഡ്. ഓക്കെ, സോ ആ സ്ലീപ്പ് ഡിപ്രിവേഷൻ നമുക്ക് വരാണ്ട് നോക്കണം. ഇനി രണ്ടാമത്തെ സ്റ്റഡി ഇന്റലിജന്റ് വേഴ്സസ് പെർഫോമൻസ്. ഇവിടെ 1000 അഡോളസൻസ്, ഇത് മാഡ്രിഡിൽ നടന്ന സ്റ്റഡിയാണ്. ഇവിടെയും അവർ കണ്ടുപിടിച്ച എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ സ്കോർഡ് ഹയർ ഓർ ഓൺ ഇൻഡക്റ്റീവ് റീസണിങ്. ഇത് റീസണിങ് സ്കിൽസ് എല്ലാം നൈറ്റ് ഔൾസിനായിരുന്നു കൂടുതൽ. ദോ റിയൽ ലൈഫ് അക്കാഡമിക് ഫിറ്റ് വാസ് പുവറർ ഡ്യൂ ടു ഏർലി ഷെഡ്യൂൾസ്. ഓക്കെ, ഇതിന്റെ എല്ലാത്തിന്റെ റെഫറൻസസ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് നോക്കാം. ഇതിന്റെ എല്ലാത്തിന്റെ റെഫറൻസസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റഡീസിന്റെ ഏത് നമ്മൾ ജേർണൽ നോക്കിയിട്ടാണ് ഈ സ്റ്റഡീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ സ്റ്റഡി പറഞ്ഞ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ഔൾസിന് റീസണിങ്ങും കാര്യങ്ങളെല്ലാം കൂടുതലായിരുന്നു. ബട്ട് റിയൽ ലൈഫ് അക്കാഡമിക്, അതായത് നമ്മൾ വെറുതെ ഒരു ടെസ്റ്റ് വിളിച്ചിട്ട് ഇപ്പോൾ ഒരു റീസണിങ്ങിന്റെയോ ലോജിക്കിന്റെയോ ആപ്റ്റിറ്റ്യൂഡിന്റെ എന്തെങ്കിലും ടെസ്റ്റ് നമ്മൾ നൈറ്റ് ഔൾസിനും ഏർലി ബേർഡ്സിനും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ഔൾസ് ആയിരുന്നു ബെറ്റർ പെർഫോം ചെയ്തിരുന്നത്. ബട്ട് അവരുടെ റിയൽ ലൈഫ് അക്കാഡമിക് പെർഫോമൻസ് മോശമായിരുന്നു. കാരണം നമ്മൾ എന്ത് നൈറ്റ് ഓളാന്ന് പറഞ്ഞാലും എന്താന്ന് പറഞ്ഞാലും നമ്മുടെ സോഷ്യൽ നോംസ്, അതായത് നമ്മുടെ എല്ലാ ഷെഡ്യൂളിങ്ങും രാവിലെ എണീറ്റ് പണിക്ക് പോകുന്നവർക്കനുസരിച്ചാണ്. കാരണം മെജോറിറ്റി അതാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സ്കൂളാണെന്നുണ്ടെങ്കിലും കോളേജ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ എന്ത് ഓഫീസ് ആണെന്നുണ്ടെങ്കിലും എന്ത് വർക്ക് ആണെന്നുണ്ടെങ്കിലും അത് ഡേ ടൈമിലാണ് മെജോറിറ്റി വരിക. അപ്പോൾ ഈ രാത്രി എണീറ്റിരുന്ന് പഠിക്കുന്നവർക്കും രാത്രി എണീറ്റിരുന്ന് വർക്ക് ചെയ്യുന്നവർക്കും എന്താവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷെഡ്യൂളിങ് കാരണം പലപ്പോഴും അവരുടെ അക്കാഡമിക് ഫിറ്റ് പൂറായിരിക്കും. അവർ എത്ര ഇന്റലിജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് എത്ര ലോജിക്കൽ മെമ്മറി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അക്കാഡമിക് ഫിറ്റ് മോശമായിരിക്കും. കാരണം അവർക്ക് പലപ്പോഴും സ്കൂളിൽ എത്താൻ തന്നെ പറ്റില്ല. ഓക്കെ, സോ അതാണ് ആ സ്റ്റഡിയുടെ ഫൈനൽ ഇൻഫറൻസ്. ഇനി മൂവിങ് ഓൺ, അടുത്ത 2 സ്റ്റഡീസ്. അടുത്തത് 2021 നടന്നൊരു മെറ്റാ അനാലിസിസ് ആണ്. ഓക്കെ, സോ ഈ മെറ്റാ അനാലിസിസിൽ അത് കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഇതിലാകെ പറയുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സിങ്ക്രണി എഫക്റ്റ് ഇല്ലേ, അതിനെക്കുറിച്ച് മാത്രമാണ്. അതായത് ക്രോണോടൈപ്പ് മിസ്മാച്ച് വന്നാൽ എന്താണ് ക്രോണോടൈപ്പ് മിസ്മാച്ച്? ക്രോണോടൈപ്പ് മിസ്മാച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഏർലി ബേർഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി ഇരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു നൈറ്റ് ഔൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഇരുന്ന് പഠിക്കുക. അതിനാണ് നമ്മൾ ക്രോണോടൈപ്പ് മിസ്മാച്ച് എന്ന് പറയുക. എന്ന് വെച്ചാൽ സിങ്ക്രണി എഫക്റ്റ് വരാണ്ടിരിക്കുക. അപ്പോൾ ക്രോണോടൈപ്പ് മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അക്കാഡമിക് പെർഫോമൻസ് കുറയും. ഈവൻ ഇഫ് യു ആർ സ്മാർട്ട്, നിങ്ങൾ എത്ര സ്മാർട്ടാന്ന് പറയുന്ന കാര്യമില്ല. നിങ്ങൾ നൈറ്റ് ഓൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രിയാണ് ഇരുന്ന് പഠിക്കേണ്ടത്, നിങ്ങൾ ഏർലി ബേർഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെയാണ് ഇരുന്ന് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി ഫൈനലി നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ പുറത്ത് നടന്ന സ്റ്റഡീസാണ്. മെഡിക്കൽ സ്റ്റുഡൻസ് ഇന്ത്യയിൽ നടന്നൊരു സ്റ്റഡി, ഇന്ത്യയിൽ മെഡിക്കൽ സ്റ്റുഡൻസിൽ നടന്നൊരു സ്റ്റഡിയിൽ പറഞ്ഞത് ഏർലി ബേർഡ് സ്കോർഡ് ബെറ്റർ അക്കാഡമിക്കലി. ഞാൻ പറഞ്ഞില്ല, അക്കാഡമിക് പെർഫോമൻസ് എപ്പോഴും ഏർലി ബേർഡിനാണ് ഹയർ ഇത് ഉണ്ടാവാറ്. കാരണം അവരുടെ ഇതിനനുസരിച്ചാണ് സ്കൂൾസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ക്ലാസ്സസ് മിസ്സാവില്ല, അവർക്ക് എക്സാം മിസ്സാവില്ല, അവർക്ക് അറ്റൻഡൻസ് ഇഷ്യൂ ഉണ്ടാവില്ല. ഓക്കെ, സോ ഏർലി ബേർഡ് സ്കോർഡ് ബെറ്റർ അക്കാഡമിക്കലി ആൻഡ് റിപ്പോർട്ടഡ് ലെസ് സ്ട്രെസ്. ഓൾസ് ഹാഡ് മിസ്അലൈൻഡ് ഷെഡ്യൂൾസ് ആൻഡ് ഹയർ സ്ട്രെസ്. കാരണം ഡ്യൂ ടു സംതിങ് കോൾഡ് സോഷ്യൽ ജെറ്റ് ലാഗ്. അപ്പോൾ സോഷ്യൽ ജെറ്റ് ലാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മുടെ എക്സാം ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ക്ലാസ്സസ് ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് ഓഫീസ് ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം ഡേ ടൈമിലാണ് ഷെഡ്യൂൾ ആയിട്ടുള്ളത്. അപ്പോൾ നൈറ്റ് ഔൾസിന് യൂഷ്വലി ഈ സാധനങ്ങളെല്ലാം എന്താവും, മിസ്സാവും. അപ്പോൾ ആ മിസ്സാവുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യൽ ജെറ്റ് ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ നൈറ്റ് ഔൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും പല സമയങ്ങളിലും അറ്റൻഡൻസ് കുറഞ്ഞ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ അതിനാണ് നമ്മൾ സോഷ്യൽ ജെറ്റ് ലാഗ് എന്ന് പറയുന്നത്. സോ ഈ 4 സ്റ്റഡീൻ്റെയും ഒരു കൺക്ലൂഷനോ ഇൻഫറൻസോ ഒന്നും ഞാൻ പറയില്ല. ഇത് ജസ്റ്റ് 4 സ്റ്റഡീസ് ആണ്. ആൻഡ് ഈ 4 സ്റ്റഡീസിൽ വന്ന റിപ്പോർട്ട്സ് വിത്ത് ദാറ്റ് റെഫറൻസ്, അതിൻ്റെ പെർസ്പെക്റ്റീവ് റെഫറൻസും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ 4 സ്റ്റഡീസ് മാത്രം കാണിച്ചു തന്നാണ്. പക്ഷേ ഈ മൊത്തം വീഡിയോൻ്റെ ഒരു കൺക്ലൂഷൻ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അത് നമുക്ക് അതിലോട്ട് പോവാം. സോ നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റിലോട്ട് പോവാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾക്ക് ഒരു ഹെൽത്തി സ്ലീപ്പ് സൈക്കിൾ അല്ലെങ്കിൽ ഹെൽത്തി വേക്ക് സൈക്കിൾ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അഡിക്വേറ്റ് സൺലൈറ്റ് കിട്ടണം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഏർലി ബേർഡ് ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ നൈറ്റ് ഔൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂം ഇല്യൂമിനേഷൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 2 എക്സസൈസ്. ഓക്കെ, 3 പവർ നാപ്സ്. സോ പവർ നാപ്സ് തൽക്കാലം അവിടെ നിൽക്കട്ടെ. പവർ നാപ്സിനെ കുറിച്ച് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. 4 കൺസിസ്റ്റന്റ് സ്ലീപ്പ് ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരം ഉറങ്ങുന്നതും എണീക്കുന്നതും ടൈം ഫിക്സ് ചെയ്യുക. നിങ്ങൾ ഓരോ ദിവസം ഓരോ സമയമാണ് ഉറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയുടെ സർക്കഡിൻ്റെ ഒരു എന്താ പറയുക, കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല, ഇത് എന്താ ഇവിടെ നടക്കുന്നുള്ളത്. സോ നിങ്ങളൊരു ഫിക്സ്ഡ് സ്ലീപ്പ് ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് സമയം, നമ്മൾ ഈ സ്ലീപ്പിൻ്റെ ഫിസിയോളജിയിൽ നമ്മൾ വളരെ വളരെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ബാക്കിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട്. അതായത് സ്ലീപ്പ് അറ്റാക്സ് ഉണ്ട്, ഒറക്സിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. അങ്ങനത്തെ ഇതിൻ്റെ ബാക്കിൽ നമ്മൾക്ക് കുറേ ടൈപ്പ് സ്ലീപ്പ് ഉണ്ട്. NREM 1, 2, 3, REM എന്നൊക്കെ പറഞ്ഞ സ്ലീപ്സ് ഉണ്ട്.
സോ അതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാം ബേസിക് നിങ്ങളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കൺസിസ്റ്റൻറ്റ് സ്ലീപ്പ് ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഫിക്സ്ഡ് ടൈം ആകുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉറക്കം വരും. ആൻഡ് ഫിക്സ്ഡ് ടൈം ആകുമ്പോൾ നിങ്ങൾ അലാറം വെച്ചിട്ടില്ലെങ്കിൽ എണീക്കും ചെയ്യും. കാരണം നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ക്ലോക്ക് നമ്മുടെ ബോഡിയിലുള്ള ബയോളജിക്കൽ ക്ലോക്കാണ്. ഓക്കെ, ഇനി ഇത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. അതായത് യൂസിങ് ഇലക്ട്രോണിക്സ് ഇൻ ബെഡ്. അതായത് ഞങ്ങൾക്കൊരു നമ്മുടെ ഒരു ബുക്ക് ഉണ്ട്, അപ്ഡേറ്റ് എന്നാണ് ബുക്കിൻ്റെ പേര്. ആ ബുക്കിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, നൈറ്റ് ഓൾ വേഴ്സസ് ഏർലി ബേർഡ്സ് എംബ്രേസ് യുവർ സർക്കേഡിയൻ റിതം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ആ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ, അതായത് പണ്ടത്തെ ആൾക്കാർക്ക് സർക്കേഡിയൻ റിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇഷ്യൂസോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങണോ പകൽ ഉറങ്ങണോ ഇങ്ങനത്തെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് ഉറക്കം വരാണ്ടിരിക്കുക, ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ പണ്ടത്തെ കാലത്ത് ഭയങ്കര കുറവായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി സ്റ്റഡീസ് ഹാവ് ഷോൺ ദാറ്റ് ആ ഒരു റേറ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് കൂടി എന്നുള്ളതിൻ്റെ ആ ബുക്കിൻ്റെ തുടക്കത്തിൽ, ആ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന കാരണം സ്മാർട്ട് ഫോൺസിൻ്റെയും ടാബ്ലറ്റ്സിൻ്റെ ഒക്കെ അറൈവലാണ്. അപ്പോൾ നമ്മളിപ്പോൾ യൂഷ്വലി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ ഉറങ്ങാൻ കടന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫോൺ നോക്കി കിടക്കുമ്പോൾ ഫോണിൽ നിന്ന് വരുന്നത് ബ്ലൂ എൻറിച്ച്ഡ് വൈറ്റ് ലൈറ്റ് ആണ്. ഓക്കെ, സോ ഈ സ്ക്രീനിൽ വരുന്ന ലൈറ്റ്സ് എന്താവും, നമ്മുടെ ട്രാക്റ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ റെറ്റിനോ ഹൈപ്പോതലാമിക് ട്രാക്റ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ആൻഡ് റെറ്റിനോ ഹൈപ്പോതലാമിക് ട്രാക്റ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മെലാറ്റനിൻ സെക്രീറ്റ് ആവില്ല. ആൻഡ് മെലാറ്റനിൻ സെക്രീറ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. ഓക്കെ, സോ നമ്മൾ എത്ര സമയം ഫോൺ നോക്കി നിൽക്കുന്നു അത്രയും സമയം നമ്മുടെ ഈ ട്രാക്ട് സ്റ്റിമുലേറ്റ് ആവണം, അത്രയും സമയം നമുക്ക് മെലാറ്റനിൻ വരുന്നില്ല, അതിൻ്റെ അത്രയും സമയം നമുക്ക് ഉറക്കം വരുന്നില്ല. സോ ഇപ്പോൾ പല ആളുകളുടെയും സ്ലീപ്പ് ഷെഡ്യൂള് മിസ്അലൈൻഡ് ആവാനുള്ള മെയിൻ കാരണം ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. സോ നിങ്ങൾ ബെഡിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ ഡിവൈസസ് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, പലപ്പോഴും പല ആളുകൾക്കും, എനിക്കുൾപ്പെടെ, അതായത് ഫോൺ നോക്കിയാലേ പലപ്പോഴും ഉറക്കം വരാറുള്ളൂ. പക്ഷേ ആ ഒരു ഹാബിറ്റ് നിങ്ങൾ ഒഴിവാക്കുക. കാരണം നിങ്ങൾ നിങ്ങളുടെ ഫിസിയോളജിനെയാണ് അവിടെ ഹോൾട്ടർ ചെയ്യുന്നത്. നിങ്ങൾ നമ്മളുടെ നിങ്ങൾക്ക് ഉറങ്ങുകയും വേണം, പക്ഷേ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ റെറ്റിനോ ഹൈപ്പോതലാമിക് ട്രാക്റ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും വേണം. ആ ഒരു ഇതാണ് അവിടെ നടക്കുന്നത്. സോ ആ ഒരു സംഭവം ഒഴിവാക്കുക. നമ്മൾ ബെഡിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവോയ്ഡ് ഇലക്ട്രോണിക് ഡിവൈസസ്. ഓക്കെ, ആൻഡ് അവോയ്ഡ് കഫീൻ. കഫീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി ചായയിൽ കഫീൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ യൂഷ്വലി എന്താ പറയുക, ചായ കുടിക്കുന്നിടത്തോളം നമ്മളെ കഫീൻ നമ്മളെ ബോഡിയിലോട്ട് കൂടും. ആൻഡ് കഫീൻ നമ്മുടെ നല്ലൊരു സ്റ്റിമുലൻ്റ് ആണ്. അപ്പോൾ രാവിലെ നീറ്റാ ചായ കുടിച്ചാൽ നമുക്കൊരു ഉന്മേഷം കിട്ടുമെന്ന് പറയുന്നത് വെറുതെ അല്ല. കാരണം അത് കഫീൻ ഉണ്ട്, കഫീൻ നമ്മുടെ ബോഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ആൻഡ് അതൊരു നമുക്കൊരു ഉണർച്ച തരും. അപ്പം ഇതിന് വേറൊരു സൈഡും കൊണ്ടുണ്ട്. നമ്മൾ വൈകുന്നേരം കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാത്രി നമ്മൾ വീണ്ടും ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ബോഡിയിലോട്ട് കഫീൻ എത്താണ്, ആൻഡ് നമുക്ക് ഉറക്കം വരില്ല. ഓക്കെ, സോ ഇതായിരുന്നു എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽത്തി സ്ലീപ്പ് വേക്ക് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഷെഡ്യൂൾ. സോ ഫൈനലി ഗൈസ്, നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, സ്ലീപ്പിൻ്റെ ഫിസിയോളജി പറഞ്ഞു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതായത് നൈറ്റ് ഔൾസ് ആണോ ഏർലി ബേർഡ്സ് ആണോ, ഇതിൽ ഏതാണ് മോർ ഫിസിയോളജിക്കൽ എന്നുള്ളതും അതിൻ്റെ റിസർച്ച് എന്താണ് പ്രൂവ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ നിങ്ങൾക്ക് ഒരു ടേക്ക് ഹോം മെസ്സേജസ്. സോ ടേക്ക് ഹോം മെസ്സേജസ്, ഫസ്റ്റ് ഏർലി ബേർഡ്സിനുള്ള ടേക്ക് ഹോം മെസ്സേജിൽ മെയിനായിട്ട് പറയാനുള്ള കാര്യം, നിങ്ങൾ ടഫസ്റ്റ് സബ്ജക്റ്റ് ഏർലിയസ്റ്റ് ഹവേഴ്സിൽ പഠിക്കുക. ഇത് ഞാൻ പറയുന്നുണ്ട്, ഞാൻ തുടക്കത്തിലെ ഈ വീഡിയോയുടെ തുടക്കത്തിലെ കാര്യം പറഞ്ഞല്ലോ, ഇതൊന്നും എൻ്റെ അഭിപ്രായങ്ങളല്ല, ഇവിടെ എല്ലാം ഞാൻ പറയുന്നത് സയൻസാണ്. ഓക്കെ, ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തുടക്കത്തിലേ പറഞ്ഞല്ലോ, മോർണിംഗിൽ നമ്മുടെ ബോഡിയിൽ എന്ത് കൂടും, മോർണിംഗിൽ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ കൂടും. അപ്പോൾ കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഹോർമോണാണ്. ആൻഡ് ഈ കോർട്ടിസോൾ മോർണിംഗിൽ കൂടാൻ കാരണം നമ്മുടെ ബോഡിയിൽ വരുന്ന, അതായത് ആ ഒരു ദിവസം നമുക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ സ്ട്രെസ്സസും എന്ന് വെച്ചാൽ എന്ത് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അതിൻ്റെ ഏറ്റവും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. ആൻഡ് ഈ കോർട്ടിസോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഏർലിയസ്റ്റ് ഹവേഴ്സിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ബോഡി നിങ്ങളെ ഫിസിയോളജിക്കലി പ്രിപ്പയർ ചെയ്യുന്നത് രാവിലെ സമയങ്ങളിലാണ്. അപ്പോൾ നിങ്ങൾ ഏർലി ബേർഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോഗ്നിറ്റീവ് പീക്ക് കിട്ടുക, നിങ്ങൾക്ക് പഠിച്ചാൽ ഏറ്റവും കൂടുതൽ ഓർമ്മ നിൽക്കുക, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് കാൽക്കുലേഷൻ സോൾവ് ചെയ്യാൻ പറ്റുക നിങ്ങൾ എണീറ്റ പാടായിരിക്കും. സോ നിങ്ങൾ ഏർലി ബേർഡ് ആണെന്നുണ്ടെങ്കിൽ ഓൾവേസ് നിങ്ങളുടെ ടഫസ്റ്റ് സബ്ജക്റ്റ് രാവിലെ പഠിക്കുക. ഓക്കെ, ഇനി നൈറ്റ് ഔൾസ് ആണെന്നുണ്ടെങ്കിൽ നൈറ്റ് ഔൾസിനോടാണ് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത്. കാരണം ഏർലി ബേർഡ്സ് ഞാൻ പറഞ്ഞല്ലോ, ഏർലി ബേർഡ്സ് മോർ ഫിസിയോളജിക്കലാണ്, മെജോറിറ്റി ഏർലി ബേർഡ്സ് ആണ്. അപ്പം അവരുടെ കാര്യം അങ്ങനെ നടന്നു പോയിക്കോളും. പക്ഷെ നിങ്ങൾ നൈറ്റ് ഔൾസ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പറഞ്ഞില്ല, നമ്മുടെ ക്രോണോടൈപ്പ് മിസ്മാച്ച് നമുക്ക് വരരുത്. അപ്പോൾ നൈറ്റ് ഔൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് രാവിലെ നീറ്റ് പഠിക്കണ്ട. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു എക്സാമിന് രാവിലെ നീറ്റ് പഠിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനമാണ്, എൻഷുർ അഡിക്വേറ്റ് സ്ലീപ്പ്. ദർ ഇസ് ഹൈ ചാൻസ് ദാറ്റ് നൈറ്റ് ഔൾസ് വിൽ ബി സ്ലീപ്പ് ഡിപ്രൈവ്ഡ്. കാരണം രാത്രി നിങ്ങൾ എണീറ്റിരുന്ന് പഠിക്കുകയാണ്, എന്നിട്ട് രാവിലെ നിങ്ങൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ നിങ്ങൾ സ്കൂളിൽ പോവുകയും വേണം. അപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാനായിട്ട് സമയം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും നിങ്ങളുടെ സ്കൂൾ അക്കാഡമിക്സ് ഇതിൻ്റെ ഷെഡ്യൂളൊക്കെ അനുസരിച്ച് നോക്കിയിട്ട് ബ്രേക്ക് ആക്കിയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 to 9 hours ഓഫ് സ്ലീപ്പ് നിങ്ങൾ എൻഷുർ ചെയ്യണം. അല്ലാണ്ട് നിങ്ങൾ എങ്ങനെ പഠിച്ചിട്ടും കാര്യമില്ല. കാരണം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ, നിങ്ങളുടെ മെമ്മറി മോഡുലേഷൻ നടക്കുന്നത് നിങ്ങൾ ഉറങ്ങുമ്പോഴാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ ആ ബുക്കിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് മാത്രമല്ല പഠിത്തം. ബുക്കിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മളെ പല സാധനം നമ്മൾ ഷോർട്ട് ടേം മെമ്മറിയിലോട്ടാണ് പോകുന്നത്. ഈ ഷോർട്ട് ടേം മെമ്മറിനെ ലോങ് ടേം മെമ്മറി ആക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെമ്മറി മോഡുലേഷൻ എന്ന് വിളിക്കുക. ആൻഡ് മെമ്മറി മോഡുലേഷൻ നടക്കുക നമ്മൾ ഉറങ്ങുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ 7 to 9 hours ഓഫ് സ്ലീപ്പ് കിട്ടാണ്ട് നിങ്ങൾ എങ്ങനെ പഠിച്ചിട്ടും കാര്യമില്ല, അത് എന്തായാലും ലാസ്റ്റ് ചെയ്യില്ല, നിങ്ങൾക്ക് അത് പ്രൊഡക്റ്റീവ് ആയിരിക്കില്ല. സോ നൈറ്റ് ഔൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും 7 to 9 hours ഓഫ് സ്ലീപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ഇനി
അവോയ്ഡ് സോഷ്യൽ ജെറ്റ് ലാഗ്. സോഷ്യൽ ജെറ്റ് ലാഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഷെഡ്യൂൾ എന്തായിരിക്കില്ല, നിങ്ങളുടെ ഷെഡ്യൂൾ അനുസരിച്ചായിരിക്കില്ല സൊസൈറ്റിൻ്റെ ഷെഡ്യൂൾ ഓടുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വഴിയില്ല, ഞാൻ പറഞ്ഞല്ലോ സ്പ്ലിറ്റ് ആക്കി, ഞാൻ പലപ്പോഴും ഇത് ചെയ്യാറുള്ളത് സ്പ്ലിറ്റ് ആക്കിയിട്ടാണ്, ഉറക്കം സ്പ്ലിറ്റ് ആക്കിയിട്ടാണ്. അതായത് രാത്രി കുറച്ചുറങ്ങും, പിന്നെ വന്നിട്ട് മറ്റെന്താ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കുറച്ചുറങ്ങും, അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞ് വന്നിട്ട് ഉറങ്ങും. അങ്ങനെ എങ്ങനെയെങ്കിലും ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഉറക്കടി വേറെ എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്തു, പഠിക്കുന്ന കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, ഉറക്കത്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്. കാരണം അത് നിങ്ങളുടെ മൊത്തം പെർഫോമൻസിനെ ബാധിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് ഇല്യൂമിനേറ്റ് റൂംസ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, റൂംസ് നൈറ്റ് ഔൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂമിൻ്റെ ഇല്യൂമിനേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നൈറ്റ് ഔൾസ് ആണെന്നുണ്ടെങ്കിൽ റൂമിൽ നന്നായിട്ട് ലൈറ്റ് വന്നാലേ നമുക്ക് ആ ഒരു ഉണർവ് കിട്ടുള്ളൂ. ഓക്കെ, ഇനി മെനി ടൈംസ് നമുക്ക് എന്ത് സിറ്റുവേഷൻസ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പലപ്പോഴും നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം ഞാൻ രാത്രി ഇരുന്ന് പഠിക്കുന്ന ആളായിരിക്കും, പക്ഷേ എനിക്ക് പെട്ടെന്ന് നെക്സ്റ്റ് ഒരു മന്ത് എനിക്ക് എന്തായാലും രാവിലെ നേരത്തെ നീറ്റ് പോകേണ്ട ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ എനിക്ക് രാവിലെ പോകേണ്ട എക്സാം ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നു? സോ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ള 2 മെത്തേഡ്സ് ആണ്. ഒന്ന് പവർ നാപ്പും, 2 ലൈറ്റ് എക്സ്പോഷറും. ഓക്കെ, ബയോളജിക്കൽ ക്ലോക്ക്, അതായത് ഞാൻ എന്താ ബയോളജിക്കൽ ക്ലോക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒന്നുമില്ല, നിങ്ങൾ സ്ഥിരമായിട്ട് രാത്രി ഇരുന്ന് പഠിക്കുന്ന ആളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഇനി മുതൽ കുറച്ച് ദിവസം നിങ്ങൾക്ക് രാവിലെ എണീക്കണം. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിച്ച പോലെ സ്വിച്ച് ഇട്ട പോലെ, ഞാൻ എന്താ പറയുക, ഞാൻ ഇന്നലെ വരെ ഞാൻ രാത്രി എണീറ്റുന്നു, ഇന്നലെ വരെ ഞാൻ പകലിന്ന് ഉറങ്ങില്ല, ഇന്ന് പെട്ടെന്ന് മുതൽ ഞാൻ രാത്രി ഉറങ്ങുക, അങ്ങനെ നടക്കില്ല. അത് നിങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ. അത് നമുക്ക് വിചാരിച്ച പോലെ എപ്പോഴും നമുക്ക് ഉറക്കം വരില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, സയന്റിഫിക്കലി അതിനെ അഡ്രസ് ചെയ്യണം. സയന്റിഫിക്കലി അതിനെ അഡ്രസ് ചെയ്യാനുള്ള 2 മെത്തേഡ്സ് ആണ്. ഒന്ന് പവർ നാപ്സും, ഒന്ന് ലൈറ്റ് എക്സ്പോഷറും. പവർ നാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പവർ നാപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. പവർ നാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പലപ്പോഴും പവർ നാപ്പ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, 1 1.5 മണിക്കൂറും കിടന്നുറങ്ങും. പവർ നാപ്പ് സയന്റിഫിക്കലി ഈസ് ബിറ്റ്വീൻ 10 to 30 minutes. അതിന് ഞാൻ പറഞ്ഞില്ല, ഇതിനൊരു പക്കാ സയൻസ് തന്നെ ഉണ്ട്. അത് വേണം ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളെ സ്ലീപ്പിൽ 4 ഫേസസ് ആയിട്ടാണ് നടക്കുന്നത്. ഒന്ന് NREM 1 എന്ന് പറയും, 2 NREM 2 എന്ന് പറയും, 3 NREM 3 എന്ന് പറയും, 4 REM എന്ന് പറയും. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ലീപ്പിൻ്റെ 4 ഫേസസ്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിയണ്ട, ജസ്റ്റ് അറിഞ്ഞാൽ മതി. ഇതിൽ ഈ ഒരു 4 ഫേസും കൂടി നടക്കണമെന്നുണ്ടെങ്കിൽ 90 മിനിറ്റ് എടുക്കും. അപ്പം നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പം എവറി 90 മിനിറ്റ് ഈ സൈക്കിൾസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി പവർ നാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ NREM 1ഉം NREM 2ഉം മാത്രമാണ്. എന്നുവെച്ചാൽ ഫസ്റ്റ് 30 മിനിറ്റിൽ നടക്കുന്ന ഉറക്കം. ഈ 30 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എണീക്കണം. ഈ 30 മിനിറ്റ് എണീറ്റാലേ പവർ നാപ്പ് സയന്റിഫിക്കലി വർക്ക് ആവുള്ളൂ. ഈ 30 മിനിറ്റിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ NREM 3ലോട്ടോ അല്ലെങ്കിൽ REMലോട്ടോ പോകും. ആൻഡ് ഇതിൻ്റെ പകുതി 30 മിനിറ്റ് കൂടിയിട്ട് നമ്മളിപ്പോൾ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ NREM 3ൻ്റെയോ REMൻ്റെ പകുതിക്കൊക്കെ ആയിരിക്കും നമ്മൾ നീക്കൽ. അങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, സ്ലീപ്പ് ഇനർഷ്യ എന്ന് പറഞ്ഞ സാധനമുണ്ട്, നമുക്ക് വീണ്ടും നന്നായിട്ട് ഉറക്കം വരും. സോ 30 മിനിറ്റിന് മുമ്പ് നിങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, നിങ്ങൾക്ക് ഉറക്കം വരുന്നത് കുറവായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഉണർവ് തോന്നും. പക്ഷേ 30 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, ക്ഷീണം കൂടുകയാണ് ചെയ്യുക. സോ പവർ നാപ്പ് എടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പവർ നാപ്പ് ഷുഡ് ബി ഓൾവേസ് ലെസ് ദാൻ 30 മിനിറ്റ്സ്. ഓക്കെ, പവർ നാപ്പിന് ഒരുപാട് സയന്റിഫിക് ബെനിഫിറ്റ്സ് ഉണ്ട്, ഒന്നും ഇവിടെ പറയുന്നില്ല. പക്ഷേ പവർ നാപ്പ് ഈസ് സംതിങ് ദാറ്റ്, അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ, ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞുതരാം. നിങ്ങൾ സ്ഥിരമായിട്ട് രാത്രി എണീറ്റ് പഠിക്കുന്ന ആളാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് നാളെ മുതൽ, അതായത് മറ്റന്നാളെ മുതൽ രാവിലെ എണീക്കണം. അപ്പം നാളത്തെ ദിവസം ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ പകൽ സമയം ഉറക്കം വരും. അപ്പോൾ ആ ഉറക്കം വരുന്ന സമയത്ത് എന്ത് പറഞ്ഞാൽ കുറേ കിടന്ന് ഉറങ്ങുന്നതിന് പകരം ഒരു 30 മിനിറ്റിൻ്റെ പവർ നാപ്പ് എടുക്കുക. അത് എടുത്ത് എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉണർവ് തോന്നും. അപ്പോൾ അങ്ങനെ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ക്ലോക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതല്ലാണ്ട് രണ്ടാമത്തെ സാധനം ലൈറ്റ് എക്സ്പോഷർ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ലൈറ്റ് എത്ര സമയം വരുന്നോണ്ട് നിൽക്കുന്നുണ്ടോ ആ ലൈറ്റ് നമ്മുടെ മെലാറ്റണിൻ സെക്രീഷൻ ഇൻഹിബിറ്റ് ചെയ്യും. ആൻഡ് മെലാറ്റണിൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഉറക്കം വരില്ല. സോ ലൈറ്റ് നന്നായിട്ട്, ഇപ്പോൾ ഉറക്കം വരുന്ന സമയങ്ങൾ ലൈറ്റിന് എക്സ്പോഷർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉറക്കം വരുന്നത് ഒരു പരിധി വരെ തടയാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഹിയർ ഈസ് എൻഷർ ക്രോണോടൈപ്പ്. ഇത് ഏറ്റവും തീരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടല്ല ഞാൻ ലാസ്റ്റിലോട്ട് വെച്ചത്, ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റിലോട്ട് വെച്ചത്. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ക്രോണോടൈപ്പ് അറിയണം. ക്രോണോടൈപ്പ് അറിയാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ 2 ക്യൂസസ് യൂസ് ചെയ്താൽ മതി. ആൻഡ് ഓൾവേസ് എൻഷുർ സിങ്കണി, ഇതാണ് ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, നൈറ്റോൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ, ബാക്കിയുള്ളവർ രാവിലെ എണീറ്റ് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾ രാവിലെ എണീറ്റ് പഠിക്കണ്ട. നിങ്ങൾ നൈറ്റോൾ ആയത് നിങ്ങളുടെ തെറ്റല്ല, നിങ്ങൾ നൈറ്റോൾ ആയത് ജനറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും സിൻക്രണി എഫക്റ്റ് നിങ്ങളുടെ മാക്സിമം കോഗ്നിറ്റീവ് പീക്ക് കിട്ടി രാത്രി പഠിക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ രാത്രി പഠിച്ചാൽ മതി, നിങ്ങൾ കഷ്ടപ്പെട്ട് എന്ത് ചെയ്യണ്ട, അത് മാറ്റണ്ട. ഓക്കെ, സോ ഗൈസ്, അതായിരുന്നു നമ്മളുടെ വീഡിയോ. സോ എനിക്ക് നിങ്ങളോട് ഫൈനലി പറയാനുള്ള ഒരു കാര്യം, there is no universal best time. Okay, it's about when you are at your best. ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ബെസ്റ്റിൽ, അതാണ് നിങ്ങളുടെ ടൈം. ആകെ ചെയ്യേണ്ട കാര്യം സിങ്ക് വിത്ത് യുവർ ക്രോണോടൈപ്പ്. ഞാൻ പറഞ്ഞ പോലെ ക്രോണോടൈപ്പ് സിങ്ക്രണി എൻഷുർ ചെയ്യാം. ആൻഡ് സെക്യൂർ 7 to 9 hours ഓഫ് സ്ലീപ്പ്. ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഏത് നൈറ്റോളാവട്ടെ, ഏർലി ബേർഡ് ആവട്ടെ, എന്താവട്ടെ, 7 to 9 hours ഓഫ് സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടണം. ആൻഡ് സക്സസ് കംസ് ഫ്രം കൺസിസ്റ്റൻസി.
നോട്ട് ഫ്രം ദി ക്ലോക്ക്. ഓക്കെ, നിങ്ങൾ എപ്പോൾ ഇരുന്ന് പഠിക്കുന്നു എന്നുള്ളതനുസരിച്ച് നോക്കിയിട്ടല്ല നിങ്ങൾ സക്സസ്ഫുൾ ആവുമല്ലോ എന്നുള്ളത് തീരുമാനിക്കുക. അത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളതിനാണ് ഡിപ്പെൻഡ് ചെയ്യുക. സോ ഗൈസ്, ഇതായിരുന്നു നമ്മളുടെ വീഡിയോ. സോ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പണ്ട് മുതൽ എന്നോട് സ്റ്റുഡൻസ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണിത്. അതായത് എപ്പോഴാണ് ഇരുന്ന് പഠിക്കേണ്ടത്, ഞങ്ങൾ രാവിലെ എത്ര മണിക്ക് എണീക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് രാത്രി എത്ര മണി വരെ ഇരുന്നാലാണ് ഞങ്ങൾക്ക് എൻട്രൻസ് കിട്ടുക എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ സത്യം പറയണം, ഞാൻ ഇത്രയും കാലം ആ ചോദ്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാകാറായിരുന്നു. പക്ഷെ ഞാൻ തന്നെ ഇതിനെക്കുറിച്ച് എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ബേസ് എന്താണെന്നുള്ളത് അറിയണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പഠനം നടത്തിയിട്ട് ചെയ്ത വീഡിയോ ആണിത്. സോ ഗൈസ്, ഇതിന് വേണ്ടിയിട്ട് കുറച്ച് അധികം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനിയും ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പല വീഡിയോസും എൻ്റെ എക്സാം കാരണം ലാഗ്, എനിക്ക് ഇപ്പോൾ ഒരു മാസം മുമ്പ് എക്സാം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എക്സാം കാരണം പല വീഡിയോസ് എന്തായിട്ടുണ്ട്, ഷെഡ്യൂൾ ചെയ്തൊക്കെ ലാഗ് ആയിട്ടുണ്ട്. അതിൽ ഓരോന്നായിട്ട് ഇപ്പോൾ ചെയ്തു വരികയാണ്. സോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ.